ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക്, അതായത് കൃഷിവിശേഷ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷത്തെ മുന്തിരി കൃഷിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേതാണ്ട് പകുതി വിളവ് ആയിരിക്കുന്ന മുന്തിരിയാണ്. ഇത് ഇനിയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനകമായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാം നമുക്ക് പഴുത്ത് നമുക്ക് കിട്ടും. പിന്നെ മുന്തിരി ഈ ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് നമുക്കതിൻ്റെ ചില ചെറിയ വിവരങ്ങൾ ഞാൻ പറയുകയാണ്. അതായത് മുന്തിരിയെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടുള്ള ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കായ്ക്കണമെന്നുണ്ട് അതിൻ്റെ പ്രൂണിങ് ആണ്. അതായത് അതിൻ്റെ വിൻ്റർ ടൈം കഴിഞ്ഞ് അത് പുതിയതായിട്ട് പൊട്ടിക്കിളുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കഴിഞ്ഞ വർഷം കായ്ച്ച ആ തണ്ടുകൾ, അതായത് ആ ശിഖരങ്ങൾ മുറിച്ച് കളയണം. അപ്പോൾ അത് പുതിയ ശിഖരത്തിലാണ് അത് നല്ല രീതിയിൽ നമുക്ക് മുന്തിരി ഉണ്ടാകുന്നത്. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രൂണിങ് ആണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളിത് മുന്തിരി തന്നെ നമ്മൾ വളരെ ഒത്തിരി പടർത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല മുഴുപ്പുള്ള മുന്തിരിങ്ങ കിട്ടുകയില്ല. അതിനുവേണ്ടി ഒരു 5 ഫീറ്റ് രണ്ട് സൈഡ്, മെയിൻ സ്റ്റമ്പിൽ ഒരു 5 ഫീറ്റ് രണ്ട് സൈഡിലേക്ക് വരുന്ന രീതിയിൽ മാത്രം ഈ മുന്തിരി പടർത്തി വിടാവും. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല മുഴുപ്പുള്ള മുന്തിരിങ്ങ നമുക്ക് ലഭിക്കും. അതാണ് ഒരു സംഭവം. അത് ഇനി ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ പന്തലിട്ടിട്ട് കൊടുക്കുന്ന പോലെ രീതിയിലല്ല. വയനാടുകളിലൊക്കെ ചെയ്യുന്ന പോലെ കമ്പി വലിച്ചു കെട്ടി രണ്ട് സൈഡിലേക്കും മെയിൻ സ്റ്റമ്പ് വന്നിട്ട് രണ്ട് സൈഡിലേക്കും അതിൻ്റെ ശിഖരങ്ങൾ പടർത്തി വിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് മുന്തിരിയെ സംബന്ധിച്ചോളം പിന്നെ നമ്മൾ കായ്ച്ചു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ സ്റ്റേജിൽ വലിയ കുഴപ്പം പോലെ നമുക്ക് തോന്നുകയില്ല. പിന്നാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിക്ക് വരുന്ന ഡിസീസിനെ കുറിച്ചാണ്. അതായത് ഈ നമ്മൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ കാണുന്ന നല്ല ഭംഗിയിലെല്ലാം നിൽക്കും. പിന്നീടാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഒരു മാസമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇതിനങ്ങ് കേടുവരികയാണ്. അതായത് ഫംഗൽ ഡിസീസുകളാണ് മെയിനായിട്ട് വരുന്നത്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് പെപ്റ്റിസൈഡ് അങ്ങനെയുള്ള സ്പ്രേകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എന്നാലും പരിപൂർണമായിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ മരുന്നുകൾ അടിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനമായതുകൊണ്ട് നമുക്കത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ചില മാരകമല്ലാത്ത സ്പ്രേകളൊക്കെ നമുക്ക് കടകളിൽ അവൈലബിൾ ആണ്. നീം ഓയിൽ അങ്ങനെയുള്ള ചില സ്പ്രേകളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വലിയ ഹാനികരമല്ലാത്ത സ്പ്രേകളാണ്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, അതായത് പൂ വന്ന് ചെറിയ കായാകുന്ന സമയത്ത് തന്നെ അത് പ്രയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രയോജനമില്ല. അത് ആദ്യത്തെ 1-2-3 വീക്ക് നമ്മൾ മാറി അത് ചെയ്തെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് മാരകമായ സ്പ്രേകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനമായതുകൊണ്ട്. പിന്നെ കാലാവസ്ഥ നല്ലൊരു ഘടകമാണ്. നല്ല കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ, അതായത് വലിയ മഴ, തുടർച്ചയുള്ള മഴയില്ലാത്ത ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത അധികം കേട് നമുക്ക് ഇല്ലാത്ത രീതിയിലുള്ള മുന്തിരിങ്ങ കിട്ടും. പിന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടുന്ന സ്ഥലം എപ്പോഴും നമ്മൾ നല്ല സൂര്യപ്രകാശം, അതായത് 8 hours എങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഫീറ്റ് ഡിസ്റ്റൻസ് വരത്തക്ക രീതിയിൽ നടുക. അതുപോലെ തന്നെ ഇത് പന്തലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി വലിച്ചു കെട്ടി കൊടുത്തിട്ട് മെയിൻ സ്റ്റമ്പിൽ നിന്ന് ഒരു 10 ഫീറ്റ് രണ്ട് സൈഡിലോട്ടും പോകത്തക്ക രീതിയിൽ മാത്രം വളർത്തി വിടുക. കൂടുതൽ നമ്മൾ വളർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുന്തിരിങ്ങ, അതായത് നല്ല വലുപ്പവും നല്ല വലിയ കൊലയിലുള്ള മുന്തിരിങ്ങ നമുക്ക് കിട്ടുകയില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ചില സംഭവങ്ങൾ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതിന് വരുന്ന ഡിസീസ്, അതാണ് മെയിനായിട്ടുള്ളൊരു നമുക്കുള്ളൊരു പരാജയ ഭാഗമെന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇതെന്നുള്ളത് കഴിഞ്ഞാൽ ഇതുപോലെ കായായി കഴിയുന്ന നിങ്ങൾ കണ്ട് ഞാൻ ഇലകൾ പറിച്ച് കളയുന്നത് അതൊരു എയർ സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഈ ഫംഗൽ ഡിസീസുകളാണല്ലോ ഉണ്ടാകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് കഴിയുന്നതും അങ്ങ് ഇല തൂർന്ന് നിൽക്കുന്നത് നല്ലതല്ല. അപ്പം കഴിവതും എയർ സർക്കുലേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വിൻ്റർ കഴിഞ്ഞുള്ള പ്രൂണിങ്, അതായത് ഇനീഷ്യൽ പ്രൂണിങ് കഴിഞ്ഞ് വളം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നവരെ കഴിവതും അതിൻ്റെ മൂട്ടിൽ മാത്രം ഒഴിക്കുക. ഇതിൻ്റെ ഇതുപോലെ കായൊക്കെ വന്നു കഴിഞ്ഞാൽ ഇലകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഫംഗൽ ഡിസീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതും കഴിവതും ഒഴിവാക്കുക.
ഇതൊക്കെയാണ് ചില സംഭവങ്ങൾ. പിന്നെ നമ്മൾ മുന്തിരി നടുന്ന പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ടേബിൾ വൈൻ എന്നുള്ള രീതിയിൽ ഉള്ള ആ ഒരു രീതി അതിനെ ആശ്രയിച്ച് നടാതിരിക്കുന്നതിനെക്കാട്ടി എനിക്ക് കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് വൈൻ ഉണ്ടാക്കി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ആ ഇനത്തിൽപ്പെട്ട മുന്തിരി നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളരെയധികം വൈന് നമുക്കുണ്ടാക്കി വെക്കാം. ബാരൽ കണക്കിന് വൈന് നമുക്കുണ്ടാക്കി വെക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ചിന്താഗതിയോടുകൂടി കൃഷി ചെയ്യുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിലൊക്കെ ഒരു ടൈം പാസ് ആകും. നമുക്ക് വലിയ ബാരലിലൊക്കെ മുന്തിരി പിന്നെ നല്ല വൈൻ ഉണ്ടാക്കിയിട്ട് അത് വർഷങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ മുന്തിരി ഇട്ട് നിങ്ങളെ ഇപ്പം തന്നെ ഒന്ന് കാണിക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട വൈനാണ്. അതിൻ്റെ സെക്കൻഡറി ഫെർമെൻറ്റേഷനും കഴിഞ്ഞുള്ള ഒരു ഭാഗമാണിത്. ഇതിനി ബോട്ടിലിങ് അതല്ലെങ്കിൽ റാക്കിങ് എന്ന് പറയും. അത് അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ വെക്കാം. അപ്പം നമ്മുടെ ഏജിങ്ങിനനുസരിച്ച് നമ്മുടെ വൈൻ നല്ല കൂടുതൽ ക്വാളിറ്റി വൈന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണുന്നത് അതിൻ്റെ സെഡിമെൻ്റാണ്. അത് അത്രയും മാത്രമേ ഉള്ളൂ അടിഞ്ഞ് ഉള്ളത്. ഇതിപ്പം രണ്ടാമത്തെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിരിക്കുന്നതാണ്. കംപ്ലീറ്റ് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ടിലിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വൈൻ ഉണ്ടാക്കുന്ന പരിപാടി. അതിൻ്റെ ഓൾറെഡി വീഡിയോ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങളിത് ഞങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഗ്രേപ്സിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. അപ്പം അടുത്ത ഒരു ഐറ്റമായിട്ട് ഇവിടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പ്ലീസ്. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് നിങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.